തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 5 ദിവസം കഴിഞ്ഞു. ഇതുവരെയും മുഖ്യമന്ത്രി കണ്ടെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി എപ്പോഴുണ്ടാകുമെന്ന് പോലും അറിയില്ല. ദില്ലിയിൽ നിന്ന് മല്ലികാർജുന ഖാർഗെ കർണാടകയിലേക്ക് വന്നു. ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുമില്ല. ഇനി 2 നേതാക്കളും തിരിച്ച് ദില്ലിയിലെത്തണം. അതിനുശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ. 23 വരെ സമയമുണ്ട്. അതിനു മുമ്പ് മതിയല്ലോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ആയില്ല എന്നത്, ആ തർക്കം തുടരുന്നു എന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്തോ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല. 2 ദിവസം മുമ്പ് മുസ്ലിം ലീഗിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ടായിരുന്നു. ആരൊക്കെയാണ് മന്ത്രിമാരാവുക, ഏതൊക്കെ വകുപ്പാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ച്. നിലവിലുള്ള വകുപ്പുകൾ എന്ന് വെച്ചാൽ ലീഗ് കൈകാര്യം ചെയ്ത് കൊണ്ടിരുന്ന വകുപ്പുകൾ UDF സർക്കാരിൻ്റെ കാലത്ത് അതൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് KM ഷാജി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റാരും ഇതുവരെയും അത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. എവിടെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്? സാധാരണ UDF ജയിച്ചു കഴിഞ്ഞാൽ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ വലിയ തിരക്കായിരിക്കും. കോൺഗ്രസ് MLA മാർ പാണക്കാട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും കാണാൻ പോകും. ഇതിനു വേണ്ടി മന്ത്രിസഭയിലേക്ക് എങ്ങനെ കയറിപ്പറ്റാം എന്ന് ആലോചിക്കാൻ, അത് സംസാരിക്കാൻ, ഒന്ന് ശുപാർശ ചെയ്യണേ എന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾ പോകുന്നത് വിവിധ കോർപ്പറേഷനുകളുടെയും ചെയർമാൻമാരാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം കോർപ്പറേഷനുകളിൽ കയറിക്കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ബോർഡ് അംഗങ്ങളായി. ഇതിനു വേണ്ടിയുള്ള സമ്മർദ്ദം, കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നത്, കോൺഗ്രസ്സുകാർക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത് പലപ്പോഴും മുസ്ലിം ലീഗ് നേതാക്കളായിരുന്നു. പക്ഷേ ഇപ്പോൾ പാണക്കാട് നിശബ്ദമാണ്. ആരും അങ്ങോട്ട് പോകുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയെ കാണാനും ആരും പോകുന്നില്ല. എല്ലാവരും പറയുന്നത് മുഖ്യമന്ത്രി ആരാണ് എന്നറിയട്ടെ, അതിനുശേഷം മതി മുസ്ലിം ലീഗുമായി കൊമ്പ് കോർക്കാൻ എന്നാണ്. കൊമ്പ് കോർക്കുക എന്ന വാക്കാണ് കോൺഗ്രസ് നേതാക്കൾ ഉപയോഗിച്ചത് എന്നോർക്കണം. എന്തിനാണ് മുസ്ലിം ലീഗുമായി കൊമ്പ് കോർക്കുന്നത്? മറ്റൊന്നുമല്ല, നിലവിൽ മുസ്ലിം ലീഗിന് നൽകുന്ന വകുപ്പുകൾ നൽകാൻ കഴിയുമോ എന്ന് ആലോചിക്കണം. പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നൽകുക മുസ്ലിം ലീഗിന്. ഏതൊക്കെയാണ്? വ്യവസായം, IT, PWD, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം. സംസ്ഥാന സർക്കാരിൻ്റെ മൊത്തം ബജറ്റിൽ മഹാഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഇവ. ഈ വകുപ്പുകൾ തന്നെ ഇത്തവണ മുസ്ലിം ലീഗിന് നൽകേണ്ടതുണ്ടോ എന്ന ചർച്ച കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ മുഖ്യമന്ത്രി വരട്ടെ, അതിനുശേഷം നമുക്ക് അക്കാര്യത്തിലേക്ക് കടക്കാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വകുപ്പുകൾ നൽകാൻ സാധ്യതയില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം മുസ്ലിം ലീഗ് ഒന്നും മിണ്ടുന്നില്ല, ഒരു കാര്യവും പറയുന്നില്ല. നേരത്തെ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി പദം വേണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ല. അതിന് അർഹതയുണ്ട് മുസ്ലിം ലീഗിന്. അർഹതപ്പെട്ടത് കോൺഗ്രസ് അനുവദിക്കും, UDF അനുവദിക്കും എന്നൊക്കെയാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്. ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. 5 മന്ത്രിമാരുണ്ടായിരുന്നു 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യമുണ്ടാക്കിയ വിവാദമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ 5 മന്ത്രി എന്ന നിലയിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ടോ മുസ്ലിം ലീഗ് എന്ന് സംശയമുണ്ട്. പുറത്തു വന്ന വിവരമനുസരിച്ച് 4 മന്ത്രിമാരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവർ. ഒരു മന്ത്രിസ്ഥാനവും കൂടി ലഭിച്ചാൽ എന്നാണ്. അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്താനുള്ള ശക്തി ഇപ്പോൾ മുസ്ലിം ലീഗിനില്ല എന്നർത്ഥം. ലഭിച്ചാൽ AKM അഷ്റഫ് മഞ്ചേശ്വരത്തിൽ നിന്നുള്ള MLA മന്ത്രിയാക്കാം എന്ന പൊതുധാരണ ഉണ്ടായിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി പദം മുസ്ലിം ലീഗിന് വലിയ ആഗ്രഹമുണ്ട്. മുഖ്യമന്ത്രിയും ആകാനാവില്ല, ഉപമുഖ്യമന്ത്രിയെങ്കിലും ആകണമല്ലോ എന്ന ചിന്തയുണ്ട് മുസ്ലിം ലീഗിന്. പക്ഷേ കോൺഗ്രസിനോട് ചോദിക്കില്ല, കോൺഗ്രസ് തന്നാൽ സ്വീകരിക്കും എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല. ഉപമുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കൾ തന്നെയാകും എന്നാണ് അറിയുന്നത്. കാരണം കോൺഗ്രസിലെ തമ്മിലടി തീർക്കാൻ ഒരു മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിയും എന്ന ഫോർമുല പോലും വന്നിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. എന്തായാലും ഉപമുഖ്യമന്ത്രി ലീഗിനില്ല എന്നർത്ഥം. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മിണ്ടാതിരിക്കുന്നത്, ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നത്? UDFന് ലഭിച്ചത് 102 സീറ്റാണ്. അതിൽ നിന്ന് മുസ്ലിം ലീഗിന് ലഭിച്ച 22 സീറ്റ് കുറച്ചാലും കിട്ടുന്നുണ്ട് 80 സീറ്റ്. സുഖമായി ഭരിക്കാം UDFന്. എന്തിന് മുസ്ലിം ലീഗ്? എന്തിന് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങണം? അതുകൊണ്ടാണ് KC വേണുഗോപാൽ പക്ഷം ചോദിച്ചത്. എന്തിന് മുസ്ലിം ലീഗ്? മുസ്ലിം ലീഗ് ഇല്ലാതെ തന്നെ UDFന് ഭരിക്കാൻ കഴിയും. മുസ്ലിം ലീഗിന് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിനോട് താല്പര്യമില്ലെങ്കിൽ മുന്നണി വിട്ടുപോകാം
എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനോടാണ് എന്നോർക്കണം. മുസ്ലിം ലീഗ് UDF-ന്റെ നട്ടെല്ലാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും പറയുന്നു മുസ്ലിം ലീഗ് വേണമെങ്കിൽ മുന്നണി വിട്ടുപോകാം എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം. അതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് മാത്യു കുഴൽനാടൻ്റെ പ്രസ്താവന. അല്ലെങ്കിൽ ലീഗിനെയൊക്കെ വിമർശിക്കാൻ തയ്യാറാകുമോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, അതും മാത്യു കുഴൽനാടനെ പോലെയുള്ള ഒരു യുവ നേതാവ്? ഒരിക്കലും വേണ്ടില്ല. അത്രമാത്രം പവർഫുൾ ആയിരുന്നു നേരത്തെ മുസ്ലിം ലീഗ്. ഇപ്പോൾ ശക്തി ക്ഷയിച്ചു പോയിരിക്കുന്നു, കോൺഗ്രസിന്റെ ശക്തി കൂടി വന്നിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം ലീഗിന് മിണ്ടാൻ കഴിയുന്നില്ല. പോട്ടെ, ഇവ മാത്യു കുഴൽനാടനാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് വെക്കാം. KSUവിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മുതൽ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് വരെ പാണക്കാട് തങ്ങളെ നോക്കി പറയുന്നു, ഒരു കഷ്ണം പേപ്പർ എടുത്ത് വായിച്ച് തക്ബീർ മുഴക്കി പോകുന്ന ഒരു കുടുംബാംഗം, കുടുംബത്തിലെ നേതാവ് അങ്ങനെയല്ല തീരുമാനമെടുക്കുന്നത് കോൺഗ്രസിൽ എന്ന് വെച്ചാൽ പരോക്ഷമായി വിമർശിക്കുന്നത്, പരോക്ഷമായി എന്ന് പറയാൻ കഴിയില്ല, പ്രത്യക്ഷമായി തന്നെ വിമർശിക്കുന്നത് പാണക്കാട് തങ്ങളെയാണ് എന്നോർക്കണം. പറയുന്നത് KSUവിൻ്റെ യൂണിറ്റ് നേതാക്കളാണ് എന്ന ദയനീയ സ്ഥിതിയിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു എന്നർത്ഥം. ആർക്കും കയറി മേയാവുന്ന അവസ്ഥയിൽ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു. അങ്ങനെ എത്താൻ, മുസ്ലിം ലീഗിനെ അങ്ങനെ എത്തിക്കാൻ ഇവിടെ ശ്രമിച്ചത് ആരാണ്? ഒന്ന് മുസ്ലിം ലീഗാണ്, 2 ജമാഅത്തെ ഇസ്ലാമിയാണ്, 3 മറ്റ് മുസ്ലിം സംഘടനകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ നിശബ്ദമായി മിണ്ടാതിരുന്ന് UDF-ന്റെ വാലായി നിൽക്കേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത് എന്നതാണ് സത്യം.